ഉമ്മത്തിന്റെ ബിദഈകാരെല്ലാം തന്നെ ശക്തിപ്പെടുത്തി ഇസ്ലാമിന്റെ ആദർശാചാരാനുഷ്ഠാന കർമ്മണ വാചകങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ ഈ മുസ്ലിം ഉമ്മത്തിന്റെ കേരളീയ മുസ്ലിമീങ്ങളെ യഥാർത്ഥ ഇസ്ലാമിന്റെ ആശയാദർശാചാരാനുഷ്ഠാന കർമ്മണ വാചകങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ബാലവി വരക്കൽ മുല്ലക്കോട് തങ്ങൾ അന്ന് അസ്ഥിവാരമിട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹിത പണ്ഡിത പ്രസ്ഥാനം ഇന്ന് കേരളത്തിൽ തലപൊക്കി നിൽക്കുന്നു. നമുക്കറിയാം, സത്യത്തെ സത്യമാടി മനസ്സിലാക്കാൻ സത്യത്തിന്റെ ഉലമാകൾ തെക്കവയുടെ മേൽ അസ്ഥിവാരമിട്ടതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ളത്. മുൻഗാമികൾ പഠിപ്പിച്ചു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുന്ന് സ്വഹാബത്തെ കിറാമും അവിടുന്ന് താബിഈങ്ങളും പണ്ഡിതന്മാരും ഇവിടെ പഠിപ്പിച്ചു തന്ന അതേ ഒരു ആശയത്തെ ഇന്ന് നെഞ്ചിലേറ്റിക്കൊണ്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ സത്യത്തെ മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇസ്ലാമിനെതിരെ ഏത് സംഗതി ഇവിടെ ആര് നടത്തിയാലും തന്നെ അതിനെതിരെ വളരെ ശക്തമായി ഇന്ന് മുന്നോട്ട് പോയിട്ടുണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ളത്. അതുകൊണ്ട് നാം മുൻഗാമികളുടെ പാതയാണ് പിന്തുടരുന്നത്. സത്യത്തിന്റെ ഉലമായി നമുക്ക് കാണിച്ചു തന്ന, എന്തിനേറെ പറയണം, എന്റെ മുന്നിലിരിക്കുന്ന പ്രായം ചെന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ കാണാൻ സാധിച്ചിട്ടുണ്ടാകും, സമസ്തയെ നയിച്ചുകൊണ്ടിരുന്ന മഹാനായ റഈസുൽ മുഹഖിഖീൻ കണ്ണീത്ത് ഉസ്താദ് ഒരു കാലത്ത് ജീവിതത്തിൽ കറാഅത്ത് പോലും ചെയ്തിട്ടില്ല എന്ന് തെളിയിച്ച ഒരു മഹാനായിരുന്നു മഹാനായ റഈസുൽ മുഹഖിഖീൻ കണ്ണീത്ത് ഉസ്താദ്. അതുപോലെ തന്നെ ശംസുൽ ഉലമയും ചാപ്പനങ്ങാടി ഉസ്താദും പാണക്കാട് പട്ടാളക്കാരും കെ.ടി. മാനു മുസ്ലിയാരും കൂറ്റനാട് ഉസ്താദും കെ.ടി. മൂസ മുസ്ലിയാരും ഇതുപോലെ നമ്മുടെ മുൻഗാമികളായ സത്യത്തിന്റെ ഉലമാ നമുക്ക് കാണിച്ചു തന്ന അതേ ഒരു പടിയിലൂടെ തന്നെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ റൂട്ട് ഒരിക്കലും തന്നെ പിഴച്ചിട്ടില്ല. ഇവിടെ അസത്യത്തിനെതിരെ വന്നവരെയൊക്കെ സമസ്ത നമുക്കറിയാം അതിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാകൃത മനുഷ്യനാക്കി സമൂഹത്തിനിടയിൽ തെറ്റിദ്ധരിച്ചപ്പോഴും അതിന്റെ സത്യാവസ്ഥ തെളിയുന്നത് വരെ അതിൽ ആരും വഞ്ചിതരാകരുത് എന്ന് പറഞ്ഞ് സത്യത്തിന്റെ ഉലമാ എടുത്ത പ്രമേയം തന്നെ നമുക്കറിയാം ഒരാളെയും എതിർക്കുന്നതല്ല. ഒരുപക്ഷെ അത് സ്വന്തം തന്നെ നിലനിൽപ്പിന് വേണ്ടിയിട്ടല്ല പറഞ്ഞത്. സത്യത്തിന്റെ ഉലമാ എടുത്ത ഓരോ തീരുമാനവും നാം എടുത്താൽ നമുക്കറിയാം 8 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും സമസ്തയുടെ 85ാം വാർഷികത്തിലും സത്യത്തിന്റെ ഉലമാ എടുത്ത ഒരേ തീരുമാനം സത്യസാക്ഷികളാവുക എന്നുള്ളതാണെങ്കിൽ നമ്മുടെ റൂട്ട് ഒരിക്കലും തന്നെ പിഴച്ചതല്ല. അതുകൊണ്ട് മുൻഗാമികളെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.